ഹായ്, ഞാൻ നിഷ. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നിഷാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലോട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വളത്തെക്കുറിച്ചാണ്. അതായത് അത് വേറെ ഒന്നുമല്ല, നമ്മളെ ഫിഷ് അമിനോ ആസിഡ്. കണ്ടോ, ഇതാണ് ഫിഷ് അമിനോ ആസിഡ്. നമുക്ക് തന്നെ വീട്ടിൽ വലിയ കാശ് ചിലവൊന്നും ഇല്ലാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് നമ്മളെ ഫിഷ് അമിനോ ആസിഡ്. അതായത് നമ്മൾ മത്തി മീനുണ്ടല്ലോ, മത്തി മീനായാലും കുഴപ്പമില്ല, അതിൻ്റെ വേസ്റ്റ് ആയാലും കുഴപ്പമില്ല. ആ വേസ്റ്റും നമ്മൾ ശർക്കര എന്ന് പറയും, ചിലരതിനെ വെല്ലോ എന്ന് പറയും. ശർക്കര നമ്മൾ സാധാരണ നമ്മൾ പായസമൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന ശർക്കര, നമ്മളെ ശർക്കരയും ഈ മത്തി മീനിൻ്റെ വേസ്റ്റും കൂടെ ഒരു ബോട്ടിലാക്കി ഇട്ട് നല്ല രീതിക്ക്, ഇപ്പം മത്തി മീനിപ്പോൾ ഒരു 70, നമ്മളെ മത്തി മീനോ മീനിൻ്റെ വേസ്റ്റോ എത്രത്തോളം അളവെടുക്കുന്നോ അതിൽ നിന്നും കുറച്ച് കൂട്ടി ശർക്കര ചേർത്ത് ഇതിൽ കൂടെ ഇട്ട് ഇതുപോലത്തെ ഒരു ബോട്ടിൽ നമ്മളിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വയ്ക്കുക. വച്ചതിന് ശേഷം ഒരു 2 മാസത്തോളം ആകുമ്പോൾ, ഇത് ഞാൻ ഇട്ട സമയത്ത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഇനി ഞാൻ ഇത് ഫിഷ് അമിനോ ആസിഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. അങ്ങനെ സാധിക്കാത്തവർക്ക് പോയി നഴ്സറിയിൽ പോയി വാങ്ങാം, കിട്ടും. ഫിഷ് അമിനോ ആസിഡ് എന്ന് ചോദിച്ചാൽ മതി, ഒരു ചെറിയ ബോട്ടിലിൽ അടച്ചു വെച്ചിരിക്കും. നമുക്ക് തന്നെ വീട്ടിൽ നിസ്സാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളമാണിത്, ഫിഷ് അമിനോ ആസിഡ്. ഇത് വളരെ നമ്മളെ കൃഷിയിൽ വളരെ പ്രദാനം ചെയ്യുന്ന ഒരു വളമാണ്. അതായത് ഈ ഫിഷ് അമിനോ ആസിഡ് എന്തിനാണ് നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ തക്കാളി എല്ലാം നല്ല രീതിക്ക് വളർന്ന് പൂക്കുകയും ഇതിൽ നിന്ന് കായ്കൾ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയും പൂക്കൾ ഉണ്ടാകാനും ഈ പൂക്കളെല്ലാം കായ്കളായി മാറാനും വളരെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ ഫിഷ് അമിനോ ആസിഡ്. അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡ് നമുക്ക് എങ്ങനെയാണ് ഇതിനോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഇതിൽ നിന്നും ഇപ്പോൾ ഒരു 5 മില്ലി അളവ് എടുത്ത് നമ്മൾ 1 ലിറ്റർ ബോട്ടിലിൽ വെള്ളവും കൂടെ ചേർത്ത് നല്ല രീതിക്ക് നേർപ്പിച്ച് ഇതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫിഷ് അമിനോ ആസിഡ് എന്ന് നമ്മൾ പച്ചക്കറിക്ക് നമ്മൾ എപ്പോഴാണ് ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മാക്സിമം അതിരാവിലെ, അതായത് 7 മണി അളവിന് ഉള്ള ടൈം 7-8 മണി സൺലൈറ്റ് അടിച്ച് വരുന്നതിന് തുടക്കം, അങ്ങനത്തെ ആ ടൈം നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം അപ്പോൾ തന്നെ ഇതിലോട്ട് ഈ നമ്മൾ അടിച്ചു കൊടുക്കുന്ന ഫിഷ് അമിനോ ആസിഡിൻ്റെ സ്പ്രേ അടിച്ചു കൊടുക്കുന്നതെല്ലാം വേഗത്തിൽ തന്നെ ലീഫിലും ഒട്ട് ബാധിക്കുകയും അതിൻ്റെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഒത്തിരി ഗുണം ചെയ്യുന്നത് അത് രാവിലെ നമ്മൾ ചെയ്യുന്നതാണ്. വൈകിട്ട് മാക്സിമം അടിച്ചു കൊടുക്കരുത്. കാരണം വൈകിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വന്ന് രാത്രി സമയങ്ങളിൽ അത് വലിയ രീതിക്കുള്ള പ്രവർത്തനം ഉണ്ടാകില്ല. ഇപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡ് അടിച്ചു കൊടുക്കുന്ന ടൈമിൽ വന്ന് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ആ ടൈമിൽ ഇത് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു വളമാണ് നമ്മളെ ഫിഷ് അമിനോ ആസിഡ്. അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡ് തയ്യാറാക്കാൻ വലിയ രീതിക്കുള്ള ചിലവൊന്നുമില്ല. നമുക്ക് മത്തി മീൻ നമ്മൾ വീട്ടിൽ കറി വയ്ക്കാൻ വാങ്ങുന്ന അങ്ങനെ മീൻ നമ്മൾ ഇതിലോട്ട് ഇടാൻ കഴിഞ്ഞില്ലെങ്കിൽ മത്തി മീനിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റും ഇട്ട് നമ്മളെ ശർക്കരയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ അടച്ച് വെച്ച് ഒരു 2 മാസത്തോളം നമ്മളിങ്ങനെ ഒരു ബോട്ടിലാക്കി വച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിലാവും. കണ്ടോ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിലോട്ട് അരിച്ചൊഴിക്കുകയാണ്. ഇതിപ്പോൾ മീനിൻ്റെ വേസ്റ്റും ശർക്കരയും എല്ലാം ആ ഇതിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അരിച്ചൊഴിക്കുന്നത് നിങ്ങളെ കൂടെ ഞാൻ ഷെയർ ചെയ്യാണ്. കണ്ടോ, ഇതുപോലത്തെ കൃഷിയിൽ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ അരിപ്പുകളുണ്ടല്ലോ, അത് ഒരു അരിപ്പ് നമ്മൾ ഇതിനായിട്ട് കൃഷിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതുപോലത്തെ ഒരു അരിപ്പ് ഇതുപോലെ എടുത്ത് ഞാൻ ഇതാ ഒഴിക്കുകയാണ്. കണ്ടോ, ഇതാണ് നമ്മളെ ഫിഷ് അമിനോ ആസിഡ്. നമുക്ക് വീട്ടിൽ തന്നെ നിസ്സാരമായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന വളമാണ്. കൂടാതെ ഒത്തിരി ഗുണം ചെയ്യുന്ന വളം കൂടെയാണ്. നമ്മളെ പൂക്കളെല്ലാം കായ്കളാക്കി മാറ്റാനും ഒത്തിരി പൂക്കളുണ്ടാകാനും ഗുണം ചെയ്യുന്ന ഒരു വളം കൂടിയാണ് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ്. ഒരു തരി പോലും ഇല്ലാതെ ഇതുപോലെ അരിപ്പ വെച്ച് ഒഴിച്ചാൽ നമുക്ക് നല്ല ലിക്വിഡ് ഫാമിൽ തന്നെ കിട്ടും. അത് നല്ല രീതിക്കുള്ള മീനിൻ്റെ വേസ്റ്റും ഈ ശർക്കരയും കൂടെ അലിഞ്ഞ് നല്ല രീതിക്ക് ഫാമായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ഇതായിട്ട് വേണം. ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു 5 മില്ലി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഇതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ അരിപ്പ് ഇങ്ങനെ അരിച്ചൊഴിച്ച് എടുക്കാം. ഇനി അരിപ്പിൽ നല്ല രീതിക്ക് വീണില്ല. ഇനി
അരിപ്പിൽ വന്നില്ലെങ്കിൽ നമുക്കിതുപോലത്തെ കോട്ടൺ തുണി എടുത്തിട്ട് അങ്ങനെ വച്ച് കുപ്പിയോടെ ഇറക്കി അരിച്ചതുപോലെ ഒഴിച്ചെടുക്കാം. കോട്ടൺ തുണിയാണ് അരിപ്പിനെക്കാട്ടിലും നല്ലതായിട്ട് വീണത്. അരിപ്പിലാകുമ്പോൾ ഇതെല്ലാം കൂടെ ഇതാകുമ്പോൾ നല്ല രീതിക്ക് വീഴും. ഒരു സ്മെല്ലൊന്നുമില്ല, കാരണം ശർക്കര ഒത്തിരി ഇട്ടാൽ മതി. ഈ ഫിഷ് അമിനോ ആസിഡ് നമ്മളെ കൃഷിയിൽ ഒത്തിരി പ്രദാനം ചെയ്യുന്ന ഒരു വളമാണ്, നമ്മളെ ജൈവ സ്ലറിയപ്പോൾ. ഇതുപോലത്തെ ഒരു ബോട്ടിൽ നമ്മൾ സ്പ്രേ ചെയ്യണ ബോട്ടിൽ, ഞാനിപ്പോൾ ഇതുപോലത്തെ ബോട്ടിലാണ് ഇത് വെച്ച് സ്പ്രേ ചെയ്യണം. അപ്പോൾ ഈ ബോട്ടിൽ ഇതുപോലത്തെ 1 ലിറ്റർ അളവിന് വെള്ളം കൊള്ളുന്ന ബോട്ടിലെടുക്കുക. അതിൽ നിന്ന് ശകലം, ഒത്തിരി വേണ്ട, ഒരു 5 മില്ലി അളവിന് ഉള്ളത് ഞാനിതാ എടുത്തു. ഒരു 5 മില്ലി അളവിനുള്ളത് മതി. ഇതിൽ നമുക്ക് ഈ 5 മില്ലി അളവിന് നമ്മൾ ലിക്വിഡ് വളം ഒഴിക്കുമ്പോൾ അതിൽ കൂടെ ആഡ് ചെയ്തും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു വളമാണ് നമ്മളെ ഫിഷ് അമിനോ ആസിഡ്. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡിൽ കൂടെ ഇതിപ്പോൾ കുറവ് ശകലം കൂടെ ഒഴിക്കാം. 5 മില്ലി അളവ് ഞാൻ അളന്നല്ല ഒഴിച്ചത്, ഒരു കണക്ക് വെച്ച് ഒഴിച്ചു. ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത്, നമ്മളെ പ്ലാന്റ്സിന് ദോഷം ചെയ്യും. നമ്മൾ 5 മില്ലി അളവിനുള്ള ഒരടപ്പോ 1 സ്പൂണോ വെച്ച് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ സ്പൂൺ ഞാൻ ഇവിടെ എടുത്തില്ല, അതുകൊണ്ടാണ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മരുന്ന് കൊടുക്കുന്ന അടപ്പുണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതും കൊടുക്കും. അതിൽ നമുക്ക് അളന്ന് ഒഴിച്ചു കൊടുക്കാം. 5 മില്ലി അല്ലെങ്കിൽ ഫില്ലറോ എന്തെങ്കിലും 5 മില്ലി അളവ് മതി. തക്കാളി കൂട്ടൽ, അതായത് അത് രാവിലെ ചെയ്യുന്നതാണ് പച്ചക്കറിക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നത്. നമ്മൾ മാക്സിമം ഒരു 8 മണി അളവിന് ഇതിലോട്ട് അടിച്ചു കൊടുക്കാൻ ശ്രമിക്കണേ. ഇതുപോലെ നമുക്ക് നല്ല രീതിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എല്ലാ പൂക്കളും കായ്കളാവുകയും എല്ലാ വെജിറ്റബിളിനും നമുക്കിത് അടിച്ചു കൊടുക്കാം. എല്ലാ പൂക്കളെയും നല്ല രീതിക്ക് കായ്കളാക്കുകയും, പിന്നെ പ്രത്യേകിച്ച് കീടനാശിനി കൂടെയാണ്. കീടങ്ങളെ അകറ്റാനും നല്ല രീതിക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മളെ ഫിഷ് അമിനോ ആസിഡ്. അത് രാവിലെ നമ്മളൊരു 7-8 മണി അളവിന് ഇതുപോലെ ഇങ്ങനെ നല്ല രീതിക്ക് സ്പ്രേ ചെയ്തു. പ്ലാന്റ്സിൻ്റെ ഇലകളിലും കൊള്ളുന്ന രീതിക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ മാറ്റം പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. ഇതല്ലോ നമ്മളെ ഫിഷ് അമിനോ ആസിഡ് എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നതെന്ന് ഇതുപോലെ നല്ല രീതിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ എല്ലാ പൂക്കളും കായ്കളായി നമുക്ക് നല്ല രീതിക്കുള്ള വിളവ് തന്നെ ഈ തക്കാളിയിൽ നിന്ന് എടുക്കാൻ സാധിക്കും. ഞാൻ ഈ തക്കാളിയുടെ ഓരോ വളർച്ചയും നിങ്ങളിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് എന്ന് നട്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നടുന്നതും എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ ഈ തക്കാളി നട്ടു കൊടുത്തതും ഇതിന് വളം ചെയ്തതും ഇതിൽ വരുന്ന ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളെപ്പറ്റി എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നല്ലേ. അപ്പോൾ നമുക്ക് ജൈവ രീതിയിൽ തന്നെ നമ്മളെ വീട്ടിൽ ആവശ്യത്തിനുള്ള തക്കാളി ഇതുപോലെ നല്ല രീതിക്ക് നമുക്ക് ഒട്ടും തന്നെ ചിലവില്ലാത്ത രീതിക്ക് നമുക്ക് കൃഷി ചെയ്ത് നമുക്കിതുപോലെ തക്കാളി നമുക്ക് എടുക്കാം. തക്കാളിക്ക് മാത്രമല്ല എല്ലാ പച്ചക്കറിക്കും നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു ജൈവ കീടനാശിനി കൂടെയാണ്, കീടങ്ങളെ അകറ്റാൻ ശക്തിയുള്ള ഒരു വളം കൂടിയാണ് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ്. ഇതിനിപ്പോൾ വേഗത്തിൽ തന്നെ ഇതിൻ്റെ വളർച്ച കാണാൻ സാധിക്കും. ഇതിൻ്റെ പൂക്കളെല്ലാം ഉണ്ടാവുകയും ഇതിൽ നിന്ന് നല്ല രീതിക്കുള്ള കായ്കൾ ലഭിക്കും.
അമിനോ ആസിഡ് സ്പ്രേ ചെയ്യുന്നത് എല്ലാവരും കണ്ടല്ലോ അല്ലേ? കണ്ടപ്പോൾ എൻ്റെ തക്കാളി എല്ലാം നല്ല രീതിക്ക് കായ്കൾ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ തക്കാളി എപ്പോഴാണ് ഞാൻ നട്ടു കൊടുത്തിരുന്നത്, ഇതിൻ്റെ പറ്റിയുള്ള വളമിടുന്നത് എല്ലാം ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്തിരുന്നല്ലേ. എന്നെ നടാൻ വേണ്ടി ഈ തക്കാളി തൈ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതെല്ലാം എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. അപ്പോൾ കണ്ടോ, ഇതുപോലെ എത്ര വേഗത്തിലാണ് ഈ തക്കാളിയുടെ വളർച്ച. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളെ വീട്ടാവശ്യത്തിനുള്ള തക്കാളിക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള തക്കാളി നിങ്ങൾക്ക് വിളവെടുക്കാം, കായ്കൾ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല രീതിക്കുള്ള കായ്കൾ പിടിച്ച് നമുക്ക് ജൈവ രീതിയിൽ നല്ല രീതിക്ക് തന്നെ നമുക്കിതിലോട്ട് വിളവെടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും.